പക്ഷെ ഈ ആളുകൾ പലപ്പോഴും അമ്പിയാക്കളുടെ ഈ ദാവാ രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം അവിടെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി പലതും പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ പറഞ്ഞൊക്കെ മനസ്സിലാകാൻ പറഞ്ഞു തരികയാണെങ്കിൽ ജമാഅത്തു തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ, ഇതിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ശേഷം ഇത്തരം സംസാരം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പലപ്പോഴും ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോഴേക്ക് ഞങ്ങളെ മാത്രം വിമർശിക്കുന്നതിന്, ഞങ്ങൾ വിമർശിക്കാനായിട്ട് ഇവർക്ക് സമയമുള്ളൂ എന്നൊക്കെ രൂപത്തിൽ അവർ കേട്ടു പോവാണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് വിമർശിക്കുന്നുണ്ടെന്നൊന്നും നമുക്കിവിടെ ലഭിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്ന് പുനഃപരിശോധിക്കേണ്ടത് നിങ്ങളുടെ ദഅവത്ത് അങ്ങനെയാണോ എന്ന് ചിന്തിക്കലാണ്. നമ്മൾ ഏറ്റവും ആദ്യം പോയി പറയുന്നത്, ഇവിടെ ഇത്രയും അധികം നമ്മൾ നിൽക്കുന്നത് സൗദി അറേബ്യ പോലെയുള്ള ജാറങ്ങളോ മഖ്ബറുകളോ ഇല്ലാത്തതായ ഒരു രാജ്യത്ത് പോലും അല്ല. ഓരോ ജില്ലകളിലും ഇഷ്ടക്കണക്കിനോ ആയിരക്കണക്കിന് ദർഗകൾ ചിലപ്പോൾ നമ്മുടെ നാടുകളിൽ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഉണ്ടാകും. ഓരോ ജില്ലകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇനി ഈ പറയുന്ന പ്രസ്ഥാനം അത് ഇന്ത്യ മൊത്തമായുള്ളതാണ്. എത്രയുണ്ടാകും? ഒരുപാട് ദർഗകളും ജാറകളും ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇത്രയും അധികം ആളുകൾ തൗഹീദിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുമ്പോൾ ആദ്യം നമ്മൾ അവരോട് പോയി പറയേണ്ടത് നിങ്ങളെല്ലാവരും മസ്ജിദിലേക്ക് വരും, നിസ്കരിക്കണം എന്നത് മാത്രമാണോ? ഈ പറയുന്ന ശിർക്കൻ പ്രവർത്തനങ്ങൾ, ജാറങ്ങൾ കൊടികുത്തുന്ന സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും ഇവർ ഈ കാര്യം ആദ്യം പറയുന്നില്ല. അതിന് ലക്ഷ്യമായി അവർ മനസ്സിലാക്കുന്നത് ഒരു ഹിക്മത്താണ്. നമ്മൾ ആദ്യം അത് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നാണ്. എങ്കിൽ ആ ഹിക്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കണമായിരുന്നു. ആദ്യത്തെ 13 വർഷം മക്കത്ത് ഈ തൗഹീദാണ് പ്രധാനമായും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 10 വർഷത്തിൽ ഇബാദത്തുകളായി നിസ്കാരം പോലത്തെ ഒന്നും തന്നെ നിർബന്ധമാക്കപ്പെട്ടിട്ട് പോലുമില്ല. ആദ്യം തന്നെ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അവർ നിസ്കരിക്കുമായിരുന്നു. കാബയിൽ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിച്ചേനെ. കാരണം അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരൊന്നുമല്ല. അവരെന്തൊക്കെയോ കോലത്ത് നിസ്കരിച്ചു, അതൊന്നും മാത്രം ശരിയായി കൊടുത്താൽ മതി. നിങ്ങളെ നൗറത്തൊക്കെ മറിച്ചിട്ടൊന്ന് ഹജ്ജ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നൊക്കെ ചെയ്തോ, നിങ്ങൾ ആ തൽബിയത്തൊക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആ ലാത്തയൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, അവിടെ കാബയുടെ ഉള്ളിലിരിക്കുന്ന ആ വിഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറയില്ല. പക്ഷെ അവിടുന്ന് ആദ്യം പറഞ്ഞത് ഈ കാര്യം എന്തുകൊണ്ടാണ്? കാരണം ഇത് ശരിയാവാതെ ബാക്കി എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ബാക്കി എന്ത് പറഞ്ഞു കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരാളുടെ പ്രബോധന രീതി ശരിയാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അവർ നബിമാരുടെ, അമ്പിയാക്കളുടെ ദഅവാ രീതി സ്വീകരിച്ചു എന്ന് വെച്ചാൽ തൗഹീദാണ് അവർ ആദ്യം പറയുന്നത് എന്നാണ്. അത് ഏറ്റവും മനോഹരമായി പറഞ്ഞു കൊടുക്കണം. അതിലേറ്റവും ഹിക്മത്ത് നീ ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾക്ക് എങ്ങനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ആ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പക്ഷേ ആദ്യം പറയേണ്ടത് ഇതാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്തിന്റെ മറ്റൊരു പ്രശ്നമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെതിരായിട്ട് നഹിയുൻ അനിൽ മുൻകർ, തിന്മകളെ വിലക്കുക എന്നുള്ള കാര്യത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? അവർ വിട്ടുനിൽക്കുന്നു. മറിച്ച് നമുക്ക് അമ്റും ബിൽ മഅറൂഫ് മതി, നന്മ കൽപ്പിച്ചാൽ മതി, തിന്മകളെ കുറിച്ച് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് അവർ കൊണ്ടുവരുന്നത് അവരുടെ ബുദ്ധിപരമായ ചില കാര്യങ്ങളാണ്. അവർ ചോദിക്കും, ചിലർ ഒരു ഇരുട്ടുള്ള മുറിയിൽ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകുന്നത്? അവിടെ ഒരു വെളിച്ചം കത്തിച്ചാൽ മതി, അല്ലാതെ ഇരുട്ടിന് എന്തെങ്കിലും പഴിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇരുട്ടിന് നീക്കാൻ നമ്മൾ വെളിച്ചം കത്തിക്കുക എന്നുള്ളതാണ്. അഥവാ നന്മ വന്നാൽ തിന്മ അവിടുന്ന് പോയിക്കോളും എന്ന രൂപത്തിലാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഇത് ഖുർആനിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടാകട്ടെ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. തിന്മയെ വിരോധിക്കുക തന്നെ വേണം, തിന്മയെ വിരോധിക്കുക തന്നെ വേണം. തിന്മ വിരോധിക്കാതെ നന്മ മാത്രം പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് പറയുന്നത് ശരിയല്ല. പലപ്പോഴും ആളുകൾ ഇത് സ്വീകരിക്കുമോ എന്ന പേടിയാൽ ആളുകൾ ഇത്തരം ദഅവത്ത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കുറഞ്ഞു പോകും, നാട്ടുകാർ മൊത്തം നമ്മൾ ആക്ഷേപിക്കും, അതുകൊണ്ട് എല്ലാവരും നമ്മളെ സ്വീകരിക്കണം, അതിനിതാണ് ഏറ്റവും നല്ലത്. തിന്മ വിരോധിക്കാതിരിക്കുക, നന്മ മാത്രം പറയുക എന്ന രൂപത്തിലേക്ക് പോവാണ്. ഇനി ആ നന്മ എന്ന് പറഞ്ഞിട്ട് പറയുന്ന നന്മകളാകട്ടെ ഈ പറഞ്ഞതുപോലെ തൗഹീദൊന്നും പൂർണ്ണമായിട്ട് പറയുന്നില്ല. മറിച്ച് തൗഹീദ് റുബൂബിയയിലാണ് പലപ്പോഴും കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരം കഴിഞ്ഞ് ദിക്റിന്റെ സമയത്തൊക്കെ അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അത് തന്നെയായിരിക്കും. അവരുടെ പല ഗ്രന്ഥങ്ങളിലും അവർ അത് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ കുറിച്ച് ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അള്ളാഹുവാണ് നമുക്ക് കച്ചവടം നന്നാക്കി തരുന്നവൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ഈ കാര്യങ്ങൾ മാത്രം പറയും. എന്നിട്ട് അതിനുശേഷം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും മുഴുവനും ആ റബ്ബിന് മാത്രമേ നൽകാവൂ. ഇതാ ഇവിടെ ചില ആളുകൾ ഖബറിലുള്ള ആളുകളോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കരുത് എന്ന് പറയുന്ന ആ വാചകം പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് പറഞ്ഞ ആളുകൾ അകന്നുപോകും.
എന്ന് ഈ സാധുക്കൾ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ബിദ്അത്തിന്റെ തെറ്റായ രീതികൾ നമുക്ക് വേണ്ടതില്ല. അമ്പിയാക്കൾ മുഴുവൻ പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയില്ലേ? പോരാ. വജ്തനിബുത് താഗൂത്ത്, ആളുകൾക്ക് മനസ്സിലാക്കണം ഇത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും തെറ്റിപ്പോകുന്നുണ്ട്. ഇവിടെയുള്ള സമസ്തക്കാരോട്, ഇവിടെയുള്ള ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ അള്ളാഹോട് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരൊരു ശരി, ഞങ്ങൾ അള്ളാഹോട് മാത്രം ഇബാദത്ത് ചെയ്യും, എന്നിട്ട് മറ്റേ ജാറത്തിൽ പോവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കണം, സഹോദര, ഈ ജാറത്തിൽ പോകുക എന്ന് പറയുന്നത് അള്ളാഹിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന് എതിരാണ്. കാരണം ജാറത്തിൽ പോകുന്ന ആളോട് നീ പ്രാർത്ഥിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൗഹീദിൽ നിന്ന് നീ തെറ്റിപ്പോയിട്ടുണ്ട്. നിനക്ക് തൗഹീദ് റുബൂബിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഉലൂഹിയത്തിൽ നീ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ പലപ്പോഴും അവരെന്ത് ചെയ്യാണ്? അവരുടേതായ രീതി സ്വീകരിക്കുകയാണ്.